ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 145 ദിവസമാണ്. ഇന്നലെ നമ്മൾ 144 പാസ്സാക്കി 12 അധ്യായം സമാപിച്ചു. ഭക്തിയോഗം. ഭക്തിയോഗത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ ഭഗവാനോട് ചോദിച്ചത് സഗുണ ആരാധന, നിർഗുണ ആരാധന, ഈ രണ്ട് ആരാധനാക്രമങ്ങളിൽ ഏതാണ് ഉത്തമം എന്നതായിരുന്നു. അതിന് ഭഗവാൻ കൊടുത്ത മറുപടി രണ്ടും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് എന്നാണ്. ആദ്യം തന്നെ സഗുണ ആരാധനയെ പ്രകീർത്തിച്ചു. നിർഗുണ ആരാധന തീർച്ചയായും അത് ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദുഃഖം അവാപ്യതേ എന്ന് ഭഗവാൻ പറഞ്ഞു. എന്താണ്? ശരീരത്തിൽ ഞാനെന്ന ബുദ്ധിയെ വെക്കുന്നത് ആരാണോ അവരെ സംബന്ധിച്ച് നിർഗുണ ഉപാസന എന്നുള്ളത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. പിന്നെ സഗുണത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയുള്ള ശ്രദ്ധ സഗുണത്തിൽ ഉണ്ടായിരിക്കണം ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞ് ആ സഗുണ ആരാധന നടത്തുന്നവനാണല്ലോ ഭക്തൻ എന്ന് പറയുന്നത്. ആ ഭക്തൻ്റെ ലക്ഷണം പറഞ്ഞു. ആ ഭക്തൻ്റെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ യാതൊരു ഭക്തനാണോ മറ്റുള്ളവർക്ക് പ്രശ്നക്കാരനാകാത്തത്, മറ്റുള്ളവരുടെ പ്രശ്നം തനിക്കൊരു പ്രശ്നമായി തീരുന്നതായി കണക്കാക്കാത്തത് ആരാണ്, അവൻ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് തുടങ്ങി അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച്ച നിർമ്മമോ നിരഹങ്കാര ഇത്യാദി മൂല്യങ്ങളെ, വിശിഷ്ടങ്ങളായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് ആരാണോ അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റ് ഭഗവാൻ നിരത്തി. അങ്ങനെ 12 അധ്യായം ഉപസംഹരിച്ചു. ഇവിടെ ഈ അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന അധ്യായത്തിൽ ഇവിടെയാണ് ഭഗവത്ഗീതയ്ക്ക് നമ്മൾ 700 ശ്ലോകം അല്ലെങ്കിൽ 701 ശ്ലോകം എന്ന് പറയുന്നതിലെ ഒരു ശ്ലോകം പ്രക്ഷിപ്തമാണ്. പ്രക്ഷിപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന ഒരു വാദം. അതങ്ങനെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ വലിയ തർക്കത്തിന് കാര്യമില്ല. എന്താണ് അതിന് ഇത്രയും കൂടുതൽ ഒരു ഊന്നൽ നൽകാൻ കാരണം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ ഒരു ശ്ലോകത്തെ തൻ്റെ ഭാഷ്യത്തിൽ പരിഗണിക്കുന്നില്ല. പക്ഷേ അങ്ങനെ പരിഗണിക്കാത്തത് കൊണ്ട് ഇത് ഭഗവത്ഗീതയിൽ പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്നുള്ള വാദം നിലനിൽക്കുന്നതാണോ എന്നറിയില്ല. കാരണം ശങ്കരാചാര്യർ 1 അധ്യായത്തെ തീരെ പരിഗണിക്കുന്നില്ലല്ലോ. അങ്ങനെ നോക്കിയാൽ 2 അധ്യായം 10 ശ്ലോകം മുതലാണ് ആചാര്യസ്വാമികളുടെ ഭാഷ്യം തുടങ്ങുന്നത്. എന്നാൽ 1 ശ്ലോകത്തിലെ 1 അധ്യായത്തിലെ ആദ്യ ശ്ലോകം മുതൽ ഇത്തരം ശ്ലോകം വരെ ഇങ്ങനെ കാണണം എന്ന് അങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇവിടെ ഇത് അർജുനൻ്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആരംഭിക്കുന്നു. അപ്പോൾ ചില പുസ്തകങ്ങളിൽ, ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചില പുസ്തകങ്ങളിൽ ചിലപ്പം അർജുനൻ ചോദിക്കുന്ന ഈ ചോദ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണ്. ആ ചോദ്യത്തെ ഉൾപ്പെടുത്തിയാൽ ഈ 13 അധ്യായത്തിലെ ആരംഭ ശ്ലോകം അർജുന ഉവാച എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലോ 701 ശ്ലോകങ്ങൾ. ഇതിപ്പോൾ 2 ആയാലും നമുക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ അതിനെ കാണേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഈ അർജുനൻ ചോദിക്കുന്ന ചോദ്യം, അതുപോലെ തന്നെ ഭഗവാൻ അതിന് വിശദമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഗീതയിൽ 2 അധ്യായം മുതൽ പറഞ്ഞു പോന്നിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിട്ടുപോകരുത്. കാരണം ഈ അധ്യായത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ അധ്യായത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം മുൻ അധ്യായങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള പലതും, അതിൻ്റെ ചില ശ്ലോകങ്ങളെ കൊണ്ട് അതിൻ്റെ രത്നച്ചുരുക്കം നമുക്ക് ആകെ കാച്ചി കുറുക്കി പറഞ്ഞിട്ടുള്ള ഒരുപാട് ശ്ലോകങ്ങളുണ്ട്.
ഒന്ന് ഭഗവാൻ പറയുന്നത് 2-ാം അധ്യായത്തിൽ, ആരാണോ താൻ മറ്റൊരാളെ താൻ കൊല്ലുന്നവനാണ്, എന്നാൽ മറ്റൊരുവൻ കൊല്ലപ്പെടുന്നു എന്നും മറ്റൊരുവനാൽ ഞാൻ കൊല്ലപ്പെടുന്നു എന്നും ഇങ്ങനെ ആരാണോ കരുതുന്നത്, ഇവർ രണ്ടുപേരും കാര്യങ്ങൾ അറിയാത്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യ ഏനം വേത്തി ഹന്താരം യഹ, യാതൊരുവനാണോ ഇതിനെ, ഏനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ, വേത്തി അറിയുന്നത്. എങ്ങനെയാണ് അറിയുന്നത്? ഹന്താരം, കൊല്ലുന്നവനെന്ന്. അപ്പോൾ ഇതിനെ ഞാൻ ഇല്ലാതെയാക്കി, ഇതിനെ ഞാൻ കൊല്ലുന്നവനാണ്. എന്നാലോ യശ്ചൈനം മന്യതേ ഹതം, യാതൊരുവനാൽ ഇത് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഇത് മറ്റൊരുവൻ എന്നെ കൊന്നു. ഉപൗ തൗ ന വിജാനീതഃ നായം ഹന്തിന ഹന്യതേ. ഉപൗ തൗ ന വിജാനീതഃ, ഈ രണ്ടുപേരും അറിയുന്നില്ല. എന്തറിയുന്നില്ല? ഇതിന് മരണമില്ല, ഇത് ഇല്ലാതെ ആകുന്നില്ല. അപ്പം ഇതിനെ കൊല്ലുന്നവനായി ആര് വിചാരിക്കുന്നുവോ അവനും, കൊല്ലപ്പെടുന്നവനായിട്ട് ആരാണോ ഇതിനെ വിശ്വസിക്കുന്നത് അവനും സത്യം അറിയുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇത് കാര്യം പിടികിട്ടിയിട്ടില്ല. ഇത് നമ്മൾ എന്താ പറയുക, ന ജായതേ മ്രിയതേ വാ കഥാചിത് നായം ഭൂത്വ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അനുബന്ധ ശ്ലോകങ്ങളാണ്. അതുകൊണ്ടാണ് ഗീത 2-ാം അധ്യായം പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പം ആ ഭഗവാൻ അർജുനൻ്റെ മുൻപിൽ വെച്ച ഉദ്ധരണികളെ, ആശയത്തെ നല്ലോണം ബോധ്യം വരണം. എന്നിട്ടാണ് നമ്മൾ ഈ മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 12 അധ്യായങ്ങളെ കൊണ്ട് തത്പദത്തെയും തൊമ്പദത്തെയും, തത്പദ തൊമ്പദ നിരൂപണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐക്യം, അത് നീയാകുന്നു. അഹം ബ്രഹ്മാസ്മി, അത് ഞാൻ അതാകുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഐക്യമുണ്ട്, ഒന്നാവുക എന്ന് പറയുന്നത്. ആ ഐക്യപ്പെടലാണ് ഇവിടെ ഈ അധ്യായം മുതൽ മുന്നിലേക്കുള്ളത്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പ് ഈ ശ്ലോകം പറഞ്ഞത്, നായം ഹന്തിന ഹന്യതേ ഉപൗ തൗ ന വിജാനീതഃ, അവർ രണ്ടുപേരും അറിയുന്നില്ല. ശ്രദ്ധിക്കുക. അധ്യായത്തിൽ ഈ ശ്ലോകത്തെ അർജുനൻ്റെ ശ്ലോകത്തെ നമ്മൾ പരിഗണിക്കുന്നു. 13-ാം അധ്യായം ആരംഭിക്കുന്നു. അർജുനൻ ചോദിക്കുകയാണ്, പ്രകൃതിം പുരുഷം. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അർജുനൻ ഗംഭീരമായിട്ട് മുൻ അധ്യായങ്ങളിലൊക്കെ ചോദിക്കുന്നത് പോലെ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നു, ഹേ കേശവ, കേശി നിഷൂദനായിട്ടുള്ള ഭഗവാനെ, പ്രകൃതിം പുരുഷം ച ഏവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ജ്ഞാനം ജ്ഞേയം ച ഏതത് വേദിതും ഇച്ഛാമി. ഹേ കൃഷ്ണ, പ്രകൃതിം, പ്രകൃതിയെയും, പുരുഷം ച, പുരുഷനെയും, ക്ഷേത്രം, ക്ഷേത്രത്തെയും, ക്ഷേത്രജ്ഞം ഏവ, ക്ഷേത്രജ്ഞനെയും, ജ്ഞാനം, ജ്ഞാനത്തെ, ജ്ഞേയം, അറിവ്, അറിയേണ്ടത്, ഏതത് വേദിതും അഹമിച്ഛാമി, ഇതിനെ ഞാൻ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ
ഇതിന് ഉത്തരം പറയാൻ പോവുക. അപ്പോൾ ഭഗവാന്റെ ഈ ഉത്തരം അർജുനൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയണം, ക്ഷേത്രം അറിയണം, ക്ഷേത്രജ്ഞനെ അറിയണം, ജ്ഞേയം അറിയണം, ജ്ഞാനം എന്താണെന്ന് അറിയണം, ഇത്തരം കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ സമയത്ത് ഇന്നലെ പറഞ്ഞു, ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ചോദ്യം കോഴിക്കോട് നിന്ന് നമ്മുടെ ഒരു പ്രിയ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഒരു അഷ്ടബന്ധ കുടുംബക്ഷേത്രമാണ്. അഷ്ടബന്ധ കലശവും അതോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു. അപ്പോൾ ആ കുടുംബക്ഷേത്രത്തിൻ്റെ താത്പര്യത്തെ ഒന്ന് ചുരുക്കി പറയാമോ? കൃത്യമായിട്ടും ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് എടുക്കുന്ന സമയത്ത് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നാണ് അതിൻ്റെ സമയം. തീർച്ചയായിട്ടും ക്ഷേത്രത്തെ ഭഗവാൻ ഇവിടെ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. നമ്മളപ്പോൾ അതിൻ്റെ ആ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായമാണ് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച്. അപ്പോൾ കുടുംബക്ഷേത്രം, അതിൻ്റെ പ്രാധാന്യം, ക്ഷേത്രത്തെ നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ ഒരു ആരാധനാലയമായിട്ടാണ്. നമ്മൾ ഇന്ന് കുടുംബക്ഷേത്രത്തെക്കുറിച്ച് ചിന്ത ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് പിറകിലേക്ക് പോകണം. അപ്പോൾ വളരെ പിറകിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പിറകിലേക്കൊക്കെ പോയാലേ ക്ഷേത്രങ്ങളൊന്നും ഇല്ലായിരുന്നു വൈദിക കാലത്തൊന്നും. അവിടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് അഗ്നിയാണ്, സൂര്യനാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്തായാലും നമ്മുടെ ഈ കുടുംബക്ഷേത്ര സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്ത ചെയ്യാം. അപ്പോൾ വളരെ പിറകിലേക്ക് എന്ന് പറയുമ്പം ഈ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് കുടുംബക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമുക്കുണ്ട്. നമ്മുടെ കുടുംബസങ്കല്പം എന്താണ്? നമ്മുടേത് കൂട്ടുകുടുംബം എന്നാണ് നമ്മൾ പറയുക. കൂട്ടുകുടുംബം എന്നൊക്കെ ഇന്ന് പറയുന്ന വാക്കാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ, അമ്മമ്മ, അമ്മാമന്മാർ, അവരുടെ ഭാര്യമാർ, അച്ഛൻ, അവരുടെ കുട്ടികൾ, ഇങ്ങനെയൊക്കെ എല്ലാവരുമൊക്കെ ഒരുമിച്ചൊക്കെ കഴിയുന്ന വീടുകളാണ് മിക്ക വീടുകളും. അപ്പോൾ പുരുഷൻ്റെ വിവാഹം അവിടേക്കാണ് അവരുടെ ഭാര്യ വരിക. പിന്നീടൊക്കെയാണ് നമ്മൾ എന്തുണ്ടായത്? വീടുകൾ ഭാഗം വയ്ക്കുക. തറവാട് ഭാഗം വെച്ചു, അത് ഭാഗം വെച്ചു, ഇവരുടെ ഭാഗം വെച്ചു, ഓരോരുത്തരും ചെറിയ ചെറിയ കുടുംബങ്ങളായി മാറിയത്. അപ്പോൾ കുടുംബത്തിന് എല്ലാവരുമായിട്ടിരിക്കുന്ന സമയത്ത് ആ ആളുകളുടെ സ്ഥലത്ത് പണ്ട് ഓരോരുത്തരുടെ ധനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കും ആ കുടുംബക്ഷേത്രത്തിൻ്റെ തന്നെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെട്ടുറപ്പ്, അതിൻ്റെ പണി ഇത്യാദി കാര്യങ്ങളൊക്കെ. സാധാരണയുള്ള ആളുകൾക്കൊക്കെ ചെറിയൊരു അസ്ഥിതറ പോലെ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഇങ്ങനെയൊക്കെ ഉള്ളത്. ശ്രീനാരായണ ഗുരുദേവനാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രൂപവും ഭാവവും നൽകിയിട്ടുള്ളത് ഗുരുദേവനാണ്. കുറേ ചാത്തൻ പോത്തൻ എന്നൊക്കെ പറഞ്ഞ് കുറേ അനാവശ്യങ്ങളായിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. ഗുരുദേവൻ തന്നെ ഇതിനെയൊക്കെ ചാക്കിലാക്കിയിട്ട് ഒരു ഒഴുകുന്ന പുഴയിൽ എടുത്തിട്ട ചരിത്രമൊക്കെ ഉണ്ട്. ഇത്തരം ഇതിൽ നിന്നൊക്കെ മാറി ഒരു ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ സംവിധാനത്തെയൊക്കെ. നമ്മുടെ ചർച്ച അതല്ല, നമ്മുടെ ചോദ്യവും ഇതാണ്, കുടുംബക്ഷേത്രത്തെക്കുറിച്ചാണ്. അപ്പം ഇപ്പം നമ്മൾ കുടുംബത്തിൽ പറയുമ്പോൾ മുത്തശ്ശൻ, മുത്തശ്ശി എന്ന് പറയുന്ന ഏറ്റവും പ്രായമായിട്ടുള്ളവർ, അവരുടെ മക്കൾ, ഭാര്യമാർ, ഇങ്ങനെ ഇവരൊക്കെയായിട്ടുള്ള ഒരു കുടുംബത്തിന്
അവരെല്ലാം ആരാധന ചെയ്തിരുന്ന ഒരു മൂർത്തിയുണ്ട്. അത് അവരുടെ കാരണവർ, ആ കുടുംബത്തിലെ കാരണവരാണ്. ആ ആൾ ഒരു കാലത്ത് അവരുടെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ഒരു കുറച്ച് കേമനായിട്ടുള്ള ഒരാളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ വെളിപാടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഒരു കുടുംബക്ഷേത്രം, അവിടെ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാകുന്നതൊക്കെ. അങ്ങനെ ക്ഷേത്രം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ആളുകളെല്ലാവരും ബന്ധപ്പെട്ടവരൊക്കെ അവിടേക്ക് ഏകോപിപ്പിക്കപ്പെടുന്നു ഒരാശ്രയമായിട്ട്. അത് കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിട്ട്, കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് എല്ലാ ശ്രേയസിൻ്റെയും അഭിവൃദ്ധിയുടെയും സങ്കടം പറയാനുള്ള എല്ലാവരെയും അത് ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളിത് വളരെ ദൂരെ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും കുടുംബക്ഷേത്രത്തിലെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരും എല്ലാവരും. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ കുടുംബക്ഷേത്രത്തിലെ പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. അത് വേറെ. കുടുംബക്ഷേത്രത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ഈ കുടുംബത്തിലുള്ളവർക്കൊന്നും തന്നെ പുറത്തെ മഹാക്ഷേത്രങ്ങളിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്കൊന്നും പ്രവേശനമില്ലായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിനൊക്കെ മുമ്പായിട്ട് നമുക്കറിയാമത്. പിന്നീടാണ് സർവർക്കും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ, തൊഴാനൊക്കെ അകത്ത് പ്രവേശിക്കാനുള്ള സമ്മതമൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് അങ്ങനെ ഇല്ല എല്ലാവർക്കും. അത് ഇന്നെന്ന ആളുകൾക്ക് ഇന്നെന്ന കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ ഈശ്വരൻ എന്നത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അവരവർ ഇന്നിടത്തേക്കൊന്നും അവർക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ എല്ലാം ഒന്നാണ്. ഈശ്വരൻ എന്ന് പറയുന്ന അങ്ങനെ വിഭജിക്കാവുന്നതല്ല. അവിടെ ഉള്ളത് ഈശ്വരൻ, ഇവിടെ ഉള്ളത് ഈശ്വരൻ അല്ല എന്ന് വരില്ല. അപ്പോൾ ആരാധനയ്ക്ക് അങ്ങനെ, അതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം പറയാൻ. ശ്രീനാരായണ ഗുരുദേവൻ ഇതിനൊരു അടുക്കും ചിട്ടയും രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശങ്കര ഭഗവത്പാദർ 1200 വർഷം മുമ്പായിരുന്നു അതിൻ്റെയൊക്കെ. പക്ഷേ ഗുരുദേവൻ്റെ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവരെല്ലാവരും ഒത്തുകൂടി. പിന്നെ നമ്മൾ അതിൽ കുടുംബത്തിൽ തന്നെ തമ്മിൽ തല്ലും അതും ഇതുമൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ഈ എന്താ പറയുക, ഈ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, നരസിംഹോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഓരോ സിനിമകളുണ്ട്. കുടുംബത്തിൻ്റെ മുണ്ടക്കൽ ശേഖരൻ, പിന്നെ വേറൊരാൾ ശേഖരൻ, ക്ഷേത്രത്തിൻ്റെ ഈ എന്താ പറയുക തിരുവാഭരണം എടുക്കില്ല, അങ്ങനെ എന്നൊക്കെ പറയുന്നത് പോലത്തെ, ഈ പറഞ്ഞതുപോലെ കുടുംബം തല്ലി തെറ്റുന്ന സമയത്തും പിരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ക്ഷേത്രം. അതിനെ മുറിക്കാൻ പറ്റിയില്ലായിരുന്നു. അത് ഭാഗം വയ്ക്കുമ്പോൾ ക്ഷേത്രം നിനക്കാണെന്നോ അതാർക്കും എടുക്കാനും താല്പര്യമുള്ളതല്ല. അതങ്ങനെ തന്നെ കിടന്നു. പിന്നെ അവിടെ വിളക്ക് വയ്ക്കുന്നില്ല, ഇതില്ല എന്നൊക്കെ ആരോ ജ്യോത്സ്യനൊക്കെ എന്തൊക്കെയോ എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിന് ദോഷം ഉണ്ടാവുന്നത്, ശ്രേയസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതന്നെയാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് തോന്നുകയാണ്, ശരി നമുക്കിതിനെ ഒന്ന് നേരെയാക്കി എടുക്കണം. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ പോലെ അഷ്ടബന്ധ കലശവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാവരും ഒക്കെ ഒന്ന് കൂടി ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. അതിൻ്റെ പേരിൽ അന്ധവിശ്വാസവും അനാചാരവും നിങ്ങൾ പുതിയത് ഉണ്ടാക്കരുതെന്നേ നമുക്കൊരു എളിയ അഭ്യർത്ഥനയുള്ളൂ. ഇപ്പോൾ പല കോലാഹലങ്ങൾ നടക്കുകയാണ്. ഇതേപോലെ നമ്മളോട് ഇന്നൊരു വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ക്ഷേത്രത്തിൽ കൊടി കെട്ടാമോ എന്ന്. കാവിക്കൊടി ക്ഷേത്രത്തിലേക്കുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാവി ഇന്ത്യയിൽ അത് സന്യാസിമാരുടേതാണ്. ഈ കാവി ലുങ്കി എടുത്ത് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതല്ലേ. കാവി ലുങ്കിയായിട്ട് ഉപയോഗിക്കുന്നത് നിയമപരമായിട്ട് അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ കാവി അങ്ങനെയല്ല ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കാവി ഇപ്പോൾ ലുങ്കിയാക്കുന്നു എന്നുള്ള മട്ടിൽ ക്ഷേത്രത്തിലെ കൊടിത്തോരണങ്ങൾ, അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ പരിസരത്ത് ഉണ്ടാവുമല്ലോ.
നമുക്കറിയാലോ, അവിടെ അങ്ങനെയുള്ള ഒരിക്കലും വരില്ല. കാവി ക്ഷേത്രത്തിലെ കൊടിയിൽ വരുന്നതല്ല. ക്ഷേത്രത്തിലെ കൊടി ഉയരുമ്പോൾ ഉണ്ടാവുന്നത്, ക്ഷേത്രത്തിലെ കൊടിയുടെ രീതി തന്നെ പ്രത്യേകമാണ്. അതിങ്ങനെ എന്താ പറയുക, മുകളിലൊരു ഹാഫ് സർക്കിളായിട്ട് ഇങ്ങനെ നേരെ താഴേക്ക് വരും. അതിൽ 3 നിറങ്ങളാണ് ഉപയോഗിക്കുക. ആ 3 നിറങ്ങൾ വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്. അത് 3 ഗുണങ്ങളെ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. കളമെഴുത്ത് പാട്ടിലും ഇതിലുമൊക്കെ ക്ഷേത്രത്തിലെ പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന നിറമാണ്. കാവി നിറം ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല, ഒരു കാര്യത്തിനും ഉപയോഗിക്കാറില്ല. നിങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിൽ തന്നെ ആധികാരികമായ ഗ്രന്ഥങ്ങളുണ്ട്. തന്ത്രസമുച്ചയമുണ്ട്, കുഴിക്കാട്ട് പച്ചയുണ്ട്, ശേഷസമുച്ചയമുണ്ട്. ഇതിലൊക്കെ നോക്കിക്കോളൂ. ഇതൊക്കെ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അതിലൊന്നും ഈ കാവിക്കൊടി അമ്പലത്തിൻ്റെ മുകളിൽ കെട്ടുക എന്നുള്ളതൊന്നുമില്ല. സന്ദർഭവശാൽ ആ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറയുക. നമ്മുടെ ഇതിൽ പെടുന്നതല്ല, ക്ഷേത്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് കേവലം സന്യാസിമാരുടെ ആശ്രമങ്ങൾ, സന്യാസിമാരുടെ മഠങ്ങൾ, സന്യാസിമാർക്കുള്ളതാണത്, വേറെ ആർക്കുള്ളതല്ല. അങ്ങനെയാണ് ഭാരതത്തിൽ അത് അനുവദിച്ചിട്ടുള്ളത്. ഓരോന്നിനും ഓരോന്നുണ്ടല്ലോ. അപ്പോൾ ഈ കുടുംബക്ഷേത്രം, അതിൻ്റെ പ്രാധാന്യം, അനിവാര്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുക, അവിടെ വെച്ച് നമ്മൾ പരസ്പരം പുതിയ പുതിയ തലമുറയിൽപ്പെട്ടവരെ കാണുക, അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഈ ക്ഷേത്രം ഉണ്ടായതിൻ്റെ മാഹാത്മ്യമോ ഐതിഹ്യമോ കാര്യങ്ങളൊക്കെ പറയുക. പല കുടുംബക്ഷേത്രങ്ങളും പിന്നീട് നാട്ടുകാർ ഏറ്റെടുത്ത് അതൊരു മഹാക്ഷേത്രങ്ങളായിട്ടുള്ള എത്രയോ കുടുംബക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോ ആളുകളുടെ കപ്പാസിറ്റിയിലനുസരിച്ചും അവരുടെ ജാതിക്കും ഇതിനൊക്കെ അനുസരിച്ചാണ് കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സവർണരായിട്ടുള്ള ആളുകളുടെ കുടുംബക്ഷേത്രങ്ങൾ, അവർണരായിട്ടുള്ള ആളുകളുടെ കുടുംബക്ഷേത്രങ്ങൾ, അത്തരം ക്ഷേത്രങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതൊക്കെ പല വിധത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരികയും, കൊടിമരം വരുന്നു, താഴികക്കുടം വരുന്നു, അതിന് എന്താ പറയുക, പണികൾ നടക്കുക, ചുറ്റമ്പലത്ത് വരുന്നു, നടപ്പാത വരുന്നു, വലിയ വലിക്കല്ല് വരുന്നു, സപ്തമാതൃക്കൾ വരുന്നു, പുതിയ പുതിയ പ്രതിഷ്ഠകൾ വരുന്നു, വലുതായി വലുതായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാൻ, ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാവർക്കും സർവർക്കും ഒരു കാലത്ത് പ്രവേശനം ഇല്ലാതിരുന്ന സമയത്ത് കുടുംബങ്ങൾ, അതായത് വീടുകളിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഓരോരുത്തർ തുടങ്ങി. ഇന്നെങ്ങനെയാണോ നമ്മൾ ഒരു പൂജാമുറി, ഇപ്പോൾ ചെറിയ ഒരു ഫ്ലാറ്റിൽ 1 റൂം കിച്ചൺ ആണെങ്കിലും ഒരു ചെറിയൊരു പൂജാമുറി, ആരാധന ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആളുകൾ ചെറിയ റെഡിമെയ്ഡ് പൂജാമുറി തന്നെ ഉണ്ട്. ഇപ്പോൾ ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം. അത് ഇങ്ങനെ എന്താ പറയുക, ഉല്ലാസ് നഗർ എന്ന് പറയുന്ന ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വലിയ കുലത്തൊഴിലാണത്. ഈ റെഡിമെയ്ഡ് പൂജാമുറിയുടെ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ചെറിയൊരു വീടിൻ്റെ ഷേപ്പിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. അത് നല്ല വൃത്തിയായിട്ടിരിക്കും. അവിടെ വേണ്ട അത്യാവശ്യം ഇതൊക്കെ വെച്ച് തീപ്പെട്ടിയും വിളക്കും എണ്ണയും ഇതൊക്കെ വയ്ക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അത് അടച്ചു വയ്ക്കാം, നടയടയ്ക്കുന്നത് പോലെ, പിന്നെ തുറക്കാം, വൃത്തിയായിട്ടിരിക്കും. റെഡിമെയ്ഡ് കിട്ടാനുള്ളതാണ്. ഏത് കാലത്ത്, നമ്മൾ ബോംബെയിലുള്ള കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ വീട്ടിൽ കാശുള്ളവൻ എന്തുണ്ടാക്കുന്നു? വിശേഷപ്പെട്ട AC ചെയ്തിട്ടുള്ള പൂജാമുറി ഉണ്ടാക്കുന്നു. ഭഗവാനും ഇരിക്കട്ടെ AC എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലാത്തവർ കോണിച്ചോട്ടിൽ വയ്ക്കുന്നു. ഇത് തന്നെ വികസിതമാർന്ന രൂപമാണ്. വലിയ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവർ അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് നല്ല വിസ്തരിച്ചൊരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ സമീപവാസികളൊക്കെ അവിടെ വന്ന് തൊഴുന്നു, അവർക്ക് അനുവാദം കൊടുക്കുകയും പിന്നീട് അത് മഹാക്ഷേത്രമായി മാറുകയും ഒക്കെ ചെയ്യുന്നു. എന്തായാലും പ്രേംജി എന്നാണ് അരിങ്ങൽ ശ്രീധരേട്ടൻ്റെ കോഴിക്കോടുള്ള അനിയൻ്റെ മകനാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ് ഞങ്ങൾ സാമൂര്യൻസ്. ഏതായാലും ഈ ചോദ്യം എല്ലാവർക്കും ഉണ്ട് കുടുംബക്ഷേത്രത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ കുടുംബക്ഷേത്രങ്ങൾ പരിപാലിക്കപ്പെടേണ്ടതും അവിടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കേണ്ടതും ഒക്കെയാണ്. അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പ്രചരിപ്പിക്കുന്ന കേന്ദ്രങ്ങളാകാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെ നമുക്ക് ആ ക്ഷേത്രത്തെ കാണണം,
അതിനെ വൃത്തിയും വെടിപ്പുമാക്കി വെക്കണം. അവിടേക്ക് ഒരാൾ തിരിവെക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ അത് ഷെയർ ചെയ്യണം. അത് നീ എടുത്തോ, ഇവനെടുക്ക്, നിനക്ക് കാശില്ലേ, അങ്ങനെയല്ല. അത് കുടുംബത്തിൽ ആരാണെങ്കിലും അവരവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അത് കൊടുക്കുക. ആ കുടുംബക്ഷേത്രം വഴി നിങ്ങൾക്ക് എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യാൻ, ചുറ്റുപാടിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണ്. ആ കുടുംബക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി തീരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ഇവിടെ ഭഗവാൻ അർജുനൻ ഈ ചോദ്യം ചോദിച്ചല്ലോ, പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ഇതിന് ഭഗവാൻ മറുപടി ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതത് യോ വേത്തി തം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതറിഞ്ഞിട്ട് ഇതും കൂടെ ഇതാവുമ്പോഴേ, പൂർണ്ണമാകുമ്പോഴേ ആ കുടുംബക്ഷേത്ര ചോദ്യം തന്നെ വരുന്നുള്ളൂ. നമുക്കൊക്കെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ഇനിയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരണം, നമ്മുടെ ഓരോരുത്തരുടെയും. ആ കുടുംബക്ഷേത്രം ഏതാണ്? ഈ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമുക്കിതിനെ വിപുലീകരിക്കാം. അതുകൊണ്ട് ആ ചോദ്യത്തെ നമ്മൾ ഗൗരവമായിട്ടെടുത്തത്. അത് കൃത്യസമയത്ത് തന്നെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വരികയും ചെയ്തു. ഭഗവാൻ പറയുന്നു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതി അഭിധീയതേ. അലയോ കുന്തിപുത്ര അർജുന, ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. എന്നിട്ടോ ഏതദ് വേത്തി യഹ, യാതൊരുവൻ ഇതിനെ അറിയുന്നു. ഏതിനെ അറിയുന്നു? ഈ ശരീരത്തെ. ഈ ശരീരത്തെ ആരാ അറിയുന്നത്? ഞാനാണ് ഈ ശരീരത്തെ അറിയുന്നത്. ആരാണ് ഞാൻ? വേറൊരാളാണ്. എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക് ഞാനാണോ തല? അല്ല. അപ്പം ഞാൻ തല എന്ന് പറയാറില്ല. എൻ്റേത് എന്നിൽ നിന്ന് അന്യമാണ്. എൻ്റെ പേന, ഞാൻ പേനയല്ല. അതുപോലെയാണ് എൻ്റെ കാതും എൻ്റെ മൂക്കും എൻ്റെ നാക്കും എൻ്റെ ത്വക്കും എൻ്റെ ചെവിയും എൻ്റെ എല്ലാ ശരീരത്തിലെ സർവ്വതും എൻ്റെ ശരീരം. അങ്ങനെ അതിനെ അറിയുന്നവനാര്? ആ അറിയുന്നവൻ. ഏതിനെ അറിയുന്നവൻ? യഹ ഏതത്, യാതൊരുവൻ ഇതിനെ, ഏതിനെ? ശരീരത്തെ അറിയുന്നു. വേത്തി തം, അവനെ ക്ഷേത്രജ്ഞ ഇതി അഭിധീയതേ, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെ അറിയുന്നവൻ. ഇത് ഗംഭീര അധ്യായമാണ്. ഇനി നമ്മുടെ ക്ഷേത്രത്തെ എടുത്തു കഴിഞ്ഞാൽ അത് കുടുംബക്ഷേത്രമാണെങ്കിലും മഹാക്ഷേത്രമാണ്. കുടുംബക്ഷേത്രമാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കുടുംബത്തിൻ്റെ ശരീരമാണത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വെച്ചത്. അത് പറയാം, നമ്മുടെ കുടുംബത്തിൻ്റെ ശരീരമാണത്, മൊത്തം കുടുംബമാണത്. അപ്പോൾ അതിന് പ്രാധാന്യമില്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും. ആ ക്ഷേത്രത്തെ, നിങ്ങൾ ആ കുടുംബക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ, അച്ഛൻ, അമ്മമ്മ, മുത്തശ്ശി, നിങ്ങളുടെ അങ്ങനെ ബന്ധപ്പെട്ട ജ്യേഷ്ഠൻ, ഇപ്പോൾ ഉള്ളവർ, ഇല്ലാത്തവർ, അവരുമായിട്ട് ബന്ധപ്പെട്ടവർ, അവരുടെ ഭാര്യ, മക്കൾ, അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. അതാണത്. ആ കഴുക്കോലും കാര്യങ്ങളും ഒക്കെ അതാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി പുറത്തിറക്കിയിട്ടുള്ള പണ്ട് പുറത്തിറക്കിയിട്ടുള്ളതാണ് ഒരു പുസ്തകമുണ്ട്, പി മാധവ്ജിയുടെ.
പുസ്തകത്തിൻ്റെ പേര് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നാണ്. ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്നവർക്ക്, അത് താല്പര്യമുള്ളവർക്ക്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവരൊക്കെ ആ ഗ്രന്ഥം വാങ്ങി വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അതിൽ ആധികാരികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് അയ്യപ്പൻ്റെ, എന്താ പറയുക, ശബരിമല അയ്യപ്പൻ്റെ ധ്യാന ശ്ലോകവും അയ്യപ്പൻ്റെ ഭാര്യയുടെ പേരും ഒക്കെ അതിലുണ്ട്. കാരണം ഈ അറിവില്ലാത്ത വരുമ്പോഴാണ് നമ്മളെ ഏത് അറിവുകേടിൻ്റെയും പിറകെ നമുക്ക് പോകാൻ താല്പര്യം വരിക. ഇതിനെ ശരിയായ വിധത്തിൽ മനസ്സിലായാൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കൂ, നമ്മൾ ഈ ഗീതാജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു തലം വേറെയാണ്. ഈ കുടുംബക്ഷേത്രം എന്നെ ഭയപ്പെടുത്തുക, എൻ്റെ കുട്ടികളെ ഭയപ്പെടുത്താനും അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഹാനി ഉണ്ടാക്കി, ആക്സിഡൻ്റ് ഉണ്ടാക്കി കൊല്ലുമെന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരോരോന്നായിട്ട് തട്ടിവിടുവേ. എടാ, വണ്ടിയൊക്കെ ഓടിച്ച് പോണവനാണ്. ഈ കുടുംബക്ഷേത്രത്തിനൊക്കെ എതിരായി നിന്നിട്ട് വെറുതെ വേണ്ടാത്തതൊന്നും വരുത്തി വെക്കേണ്ട എന്നൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് നിങ്ങൾക്ക് ഈ ആധ്യാത്മികമായ അറിവില്ല എങ്കിൽ നിങ്ങളെ എളുപ്പത്തിൽ വകവരുത്താനുള്ള ഒരു സാധനമാണ് ഈ ബ്ലാക്ക് മെയിലിംഗ്, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. അതിനിത് ഏറ്റവും നല്ലതാണ്. അതാണ് ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു സാധനം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ നമ്മളെന്താണെന്നറിയാം, എന്തെങ്കിലും ആവട്ടെ, എന്തിനൊക്കെ കാശ് പോകണു, ഓട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ ഈ അറിവോടുകൂടിയാവുമ്പോഴോ, അവിടെ പൂജ ചെയ്യാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഷ്ടബന്ധ കലശോ കാര്യങ്ങളോ ഇതൊക്കെ ഒരു പഴയ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തെ ഇപ്പോൾ അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 വിശേഷപ്പെട്ട വസ്തുവകകളെ കൊണ്ട്, അത് 8 പല സ്ഥലങ്ങൾ ദേശത്തിനനുസരിച്ച് ഈ 8 ഈ അഷ്ടബന്ധത്തിൽ ചേർക്കുന്ന ഓരോന്നിനും വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓരോ സമ്പ്രദായക്കാർ സ്വീകരിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ അഷ്ടബന്ധം വെച്ച് ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുക അത് ഭയങ്കര ജാതി ഒരു, എന്താ പറയുക, ഫെവിക്കോളോ എറാൾഡൈറ്റോ ക്വിക്ക് ഫിക്സോ പോലെ എന്തോ ഒരു ഭയങ്കര ജാതി ഒരു സാധനമാണെന്നൊക്കെ. അതിനൊക്കെ ചില സങ്കല്പങ്ങളുണ്ട്. ആ അഷ്ടബന്ധത്തിലേക്കാണ് അതിങ്ങനെ തയ്യാറാക്കി, അതിലേക്കാണ് പ്രതിഷ്ഠ വയ്ക്കുക. ഭൂമി അതിലേക്ക് വെക്കുന്ന സമയത്ത്, അത് എവിടെയാണോ ആ പ്രതിഷ്ഠ വയ്ക്കുന്നത് അതിൽ പിന്നെ ആറ്റുമണൽ, പിന്നെ രത്നങ്ങൾ, സ്വർണം ഇത്യാദി പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ കൂടെ ചേർത്ത് അതിൻ്റെ കൂടെയും അതിൽ വയ്ക്കും ഈ സമയത്ത്. അപ്പോൾ വെറും കേവലം അതിൻ്റെ മഹത്വം പറയുക, ഈ ഗീതയിൽ പറയുന്ന ഒരു അഷ്ടബന്ധം ഉണ്ടല്ലോ, അഷ്ടപ്രകൃതി, അതാണ് നമ്മളെ സംബന്ധിക്കുന്ന അഷ്ടബന്ധം. എന്നെയും അഷ്ടബന്ധം വെച്ച് ഉറപ്പിച്ചതാണ് ഞാൻ. ശരീരമാണ് ക്ഷേത്രമെന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതാണ് തുടങ്ങുന്നതേ. അപ്പം ഞാനാകുന്ന ശരീരത്തിൻ്റെ അഷ്ടബന്ധം എന്താണ്? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത. അഷ്ടബന്ധം വെച്ച് എന്നെ ഉറപ്പിച്ചതാ. എന്തൊക്കെയാണ് എന്നെ ഞാനാക്കി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന അഷ്ടബന്ധം എന്താണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചമഹാഭൂതങ്ങൾ. പിന്നെയോ മനസ്സ്, ബുദ്ധി, അഹമെന്ന ബോധം. ഇതാണ് നമ്മളെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന നമ്മളാകുന്ന ഞാനാകുന്ന പ്രതിഷ്ഠ. അവിടെ ഒരു അഷ്ടബന്ധ കലശമുണ്ട്, വേണം. അപ്പോൾ ഈ അഷ്ടബന്ധ കലശത്തെക്കുറിച്ച് നമ്മൾ അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോൾ നമ്മൾ ഗീതയിലൂടെ അതിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു സൗന്ദര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഓരോരുത്തരും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? ഇതൊക്കെ കൂടുതൽ സൗന്ദര്യാത്മകമാകുകയല്ലേ ചെയ്യുക. അതല്ലേ പൂർവികർ ചെയ്തത്. ശ്രീനാരായണ ഗുരുദേവനൊക്കെ ആ വഴിയിലാണ് നമ്മളെ ഉറപ്പിച്ച് നിർത്തിയത്. കുടുംബക്ഷേത്രത്തിൻ്റെയൊക്കെ പ്രാധാന്യം ഗുരുദേവനും പറയുന്നത് അതുകൊണ്ടാണ്. ഗുരുദേവൻ തന്നെ പലയിടത്തും പോയിട്ടുള്ളതും അത് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുള്ളതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ ഭഗവാൻ ഉറപ്പിച്ചിരിക്കുന്ന അഷ്ടബന്ധം പ്രതിഷ്ഠയിൽ പ്രതീകാത്മകമായി ഉപയോഗിക്കുന്നത്.
നമ്മളതിനെ ഭയങ്കര ജാതി ഇന്നത്തെ ക്വിക്ക് ഫിക്സ് തോറ്റുപോവും, എറോൾഡേറ്റ് തോറ്റുപോവും, സിമൻറ്റ്, കടു ശർക്കര, മറ്റത് മറിച്ചത് അതൊക്കെ ഇട്ട് ഉറപ്പിച്ച് വെച്ചാൽ പിന്നെ അത് അനക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ പരിശുദ്ധി തന്നെ, ആ ആധ്യാത്മിക സന്ദേശത്തെ, അറിവിനെ എല്ലാം ഭസ്മീകരിക്കുന്ന, തച്ചുടയ്ക്കുന്ന കുറേ ഹിമാലയൻ മണ്ടത്തരങ്ങൾ ഇങ്ങനെ അടിച്ചു കയറ്റുക. ഇതെന്തോ വലിയ ക്ലസ്റ്റർ ബോംബ് ഉണ്ടാക്കണ പോലെ എന്തൊക്കെയോ ഒരു സാധനമാണ് അഷ്ടബന്ധം എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ഈ എന്തൊക്കെ ചേരുവകളാണെങ്കിലും നമുക്കൊരു സാധനത്തെ ഉറപ്പിക്കാനാണെങ്കിൽ നിങ്ങളത് പുറത്ത് എന്താ പറയുക, നമ്മളിപ്പോൾ അഷ്ടബന്ധം ഉണ്ടാക്കിയിട്ടാണോ ഉറപ്പിക്കുക? വീട്ടിൽ വാർക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുകയാണ് അഷ്ടബന്ധം വേണോ അതോ നല്ല സിമെൻറ്റ് ഇടണോ? നമ്മൾ പറയും സിമെൻ്റ് ഇട്ട് മുകളിൽ ഇത് എന്താ പറയുക ഡോക്ടർ ഫിക്സും കൂടെ അടിച്ചേക്കാൻ. അമിതാഭ് ബച്ചൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ അറിയാം ചോരണ്ട. അപ്പോൾ നോക്കൂ, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആധ്യാത്മിക സന്ദേശങ്ങളുണ്ട്. ഇത് വളരെ റിലേറ്റഡാണ്. അപ്പോൾ നമ്മുടെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ എങ്ങനെ നമ്മുടെ ശരീരം ക്ഷേത്രമാകുകയും ഈ ശരീരത്തെ അറിയുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ ഞാൻ ആണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ആ ക്ഷേത്രജ്ഞനെക്കുറിച്ച് ഭഗവാൻ പറയാൻ പോവുക. ഇത് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നാളെ പറയാം, അതായിരിക്കും നല്ലത്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.